ഓക്കെ ഓക്കെ, സന്തോഷം സന്തോഷം, വളരെ വളരെ സന്തോഷം. ഇതെന്ത് പണിയെ കാണിച്ചത്? ഞങ്ങൾക്ക് കുറച്ച് തിന്നാൻ തന്നേ. കേക്ക് എനിക്ക് വേണ്ടി വാങ്ങിച്ചതല്ലേ? ഇനി കൊണ്ടുവന്ന ഗിഫ്റ്റ് ഒക്കെ തന്നോളൂ. ഗിഫ്റ്റോ? നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ തന്നേക്കാം. വിടൂ, എന്തായി ചെയ്ത്? വേണ്ട, എന്നെ വിടൂ, രക്ഷിക്കണേ. പത്ലു, എന്റെ മോട്ടു എന്താ പറ്റി? എന്തിനങ്ങനെ അലറുന്നേ? ഇവന് എന്നും ഈ പണി മാത്രമേ ഉള്ളൂ. രാവിലെ മുഴുവൻ സമോസ കഴിക്കുക, രാത്രി കിടന്ന് സ്വപ്നം കാണുക. ഇടിക്കല്ലേ. പത്ലു, ഇന്നെന്താ ദിവസം? ഇന്ന് മണ്ടയാണ്, തിങ്കളാഴ്ച. എന്തേ? അതല്ല, ഇന്ന് തിങ്കളാഴ്ചയാണോ എന്നല്ല ചോദിച്ചത്. വേറെന്താ പ്രത്യേകത? ഇന്ന് ഓ, ഞാൻ ആ കാര്യം മറന്നു പോയിരുന്നു. സോറി. ഇപ്പൊ ഓർമ്മ വന്നോ? നീ എന്ത് കൂട്ടുകാരനാ? ഇതൊക്കെയല്ലേ നീ എപ്പോഴും ഓർത്തു വെക്കേണ്ടത്. സോറി മോട്ടു, നീ ഇപ്പൊ പറഞ്ഞത് കൊണ്ട് നന്നായി. അല്ലെങ്കിൽ ഞാനിപ്പോ ആ ഭക്ഷണം എടുത്ത് കഴിച്ചേനെ. എന്ന് വെച്ചോ? ഇന്ന് അമാവാസിയാണ്. ഇന്നത്തെ ദിവസം എല്ലാവരും ഉപവാസം ഇരിക്കണം. ഞാൻ ഈ കറുത്ത പാവിന്റെ കാര്യമൊന്നല്ല നിന്നോട് ചോദിച്ചത്. ഇന്ന് വേറെന്താ പ്രത്യേകത? ഇന്ന് വേറെ ഒന്നുമില്ല. ഓ, നീ വെറുതെ എന്നെ പ്രാന്ത് പിടിപ്പിക്കല്ലേ. എനിക്ക് വേറെ പണിയുണ്ട്, ഞാൻ പോയിട്ട് വരാം. പത്ലു, നീ ആ ജനവാതില് തുറന്നൊന്ന് പുറത്തേക്ക് നോക്കിക്കേ. അവിടെ നീ ഉണ്ട്. പുറത്ത് ഞാനോ? അതെങ്ങനെ? പുറത്ത് പുറത്ത് ഞാനെങ്ങനെ വരാനാ? ഒരു മിനിറ്റ്. വലിയ കൂട്ടുകാരെന്നൊക്കെയാ പറയുന്നത്. പക്ഷെ എന്റെ പിറന്നാള് പോലും ഓർമ്മയില്ലാത്ത കഴുത. പത്രു, എന്റെ ചങ്കേ, എന്റെ ബ്രോ, നീ റോഡിൽ കിടന്ന് എന്താ ചെയ്യുന്നത്? ഇന്ന് മോട്ടോന്റെ ബർത്ത്ഡേ ആണ്. ഞാൻ വിചാരിച്ചു നിങ്ങളെല്ലാരും കൂട്ടി അവനൊരു സർപ്രൈസ് പാർട്ടി കൊടുക്കാന്ന്. സർപ്രൈസ് പാർട്ടി കൊടുക്കുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം ഉണ്ട്. വരൂ, നമുക്കെല്ലാം തയ്യാറാക്കാം. ഈ ഫുർഫുറെ നഗരത്തിന്റെ ഹീറോ ഒറ്റയ്ക്ക് എവിടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടേക്കാണ്? ചിങ്കം സാറേ, ഞാൻ കേട്ടിട്ടുണ്ട് പോലീസുകാർക്കൊക്കെ ഭയങ്കര ഓർമ്മശക്തിയാന്ന്. എന്നാ പറഞ്ഞേ, ഇന്നത്തെ ദിവസത്തിന് എന്താ പ്രത്യേകത? ഇന്ന് നിയമത്തിന്റെ ദിവസമാണ്. ഇന്നാണ് ആദ്യമായിട്ട് നിയമം ഉണ്ടാക്കിയത്. ഓഹോ, ഞാൻ മനുഷ്യന്മാരുടെ കാര്യം ചോദിക്കുന്നത്. ഇന്ന് ഏത് മനുഷ്യന്റെ പിറന്നാളാന്ന് വല്ല ഓർമ്മയും ഉണ്ടോ? പറ. മഹാത്മാഗാന്ധി ഒക്ടോബർ 2-ാം തീയതിയാണ്. ജവഹർലാൽ നെഹ്റു 14th നവംബർ. ഇന്ദിരാഗാന്ധി, സ്വാമി വിവേകാനന്ദർ, മൈക്കിൾ ജാക്സൺ, സോറി, പ്രശസ്തരായ ആരുടെയും പിറന്നാളെന്ന് ആഘോഷിക്കുന്നില്ല. ചിലപ്പോ വല്ല കള്ളന്മാര് പിറന്നാൾ ആഘോഷിക്കുന്നുണ്ടാവും. അത് എനിക്കെങ്ങനെ അറിയും? പറയൂ. ശരിയാണ് പറയുന്നത് ചിങ്കൻ സാർ. മോട്ടു, അറിയാമെങ്കിൽ പറയേ, ഇന്ന് ഏത് കള്ളന്റെ ജന്മദിനമാണെന്ന് അറിയാവോ? ഹീറോ ആയിരുന്ന ഇവൻ എപ്പോഴാണ് വില്ലനായി മാറിയത്? ഒടുവിൽ കാത്തിരുന്ന ദിവസം വന്നു. ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ. സന്തോഷിക്കൂ, നല്ലത് വരട്ടെ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ. കവിതയുടെ കാര്യമൊക്കെ വിട്ടിട്ട് മോട്ടോരെ വിഷയം നോക്കണേ. മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. മോട്ടോ, ഇന്നത്തെ ദിവസത്തിന്റെ ആശംസകൾ. ഞങ്ങളുടെ വക ആശംസകൾ. താങ്ക് യു. ഞാൻ നിന്നെ എത്ര പ്രാവശ്യം ജയിലിലേക്ക് പറഞ്ഞു വിട്ടതാ. പക്ഷേ നീ വീണ്ടും എന്നെ വിഷ് ചെയ്യുന്നു. എന്നാൽ എന്റെ ചങ്കെന്നും പറഞ്ഞു നടക്കുന്ന കുറെ എണ്ണത്തിനോ എന്റെ പിറന്നാൾ പോലും ഓർമ്മയില്ല. എക്സ്ക്യൂസ് മീ, ടൈം പ്ലീസ്. നിന്റെ ഇമോഷൻ എല്ലാം അടക്കി കാര്യം എന്തെന്ന് പറ മോട്ടോ. ആർക്ക് എന്ത് ഓർമ്മയില്ലെന്ന മോട്ടോ നീ പറഞ്ഞു വരുന്നത്? നീ കുറച്ചു മുമ്പ് എന്നെ കെട്ടിപ്പിടിച്ച് വിഷ് ചെയ്തില്ലേ?
അതിനെ കുറിച്ച്. പക്ഷെ ആ കാര്യം എനിക്ക് മാത്രമല്ലേ അറിയുള്ളൂ. നിന്റെ കൂട്ടുകാർ അതൊക്കെ എങ്ങനെ അറിയാനാ? അങ്ങനെ എന്തുവാ നിനക്ക് മാത്രം അറിയാവുന്ന ആ കാര്യം? ഇന്നത്തെ ദിവസമാണ് ഞാൻ കള്ളത്തരങ്ങൾ കാണിക്കാൻ തുടങ്ങിയത്. ഇന്നത്തെ ദിവസമാണ് ഞാൻ ലോണാകാൻ സ്വപ്നം കണ്ടു തുടങ്ങിയത്. ഒരു തവണ കൂടെ പറയട്ടെ പോട്ടു. മെനി മെനി ഹാപ്പി റിട്ടേൺസ് ഓഫ് ദ ഡേ. വിഷ് മീ വിഷ് മീ വിഷ്. എന്താ പറ്റിയത് പോട്ടു? ഇവരെന്താ പറ്റിയത്? പെട്ടെന്ന് ഫയറഞ്ചി വിളിക്കണേ. എന്തിനാ അടിക്കുന്നെന്ന് പറഞ്ഞിട്ട് അടിച്ചോടായിരുന്നു ഇവര്. അതെന്റെ അവകാശമാ. പറയടാ. ദിസ് ഈസ് മൈ റൈറ്റ്. ഇത് ഇവിടെ ഇരിക്കട്ടെ. അല്ല, ഒരു സംശയം. നമ്മുടെ സർപ്രൈസ് പാർട്ടി എപ്പോഴാണ് തുടങ്ങാൻ പോണത്? പറയൂ 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 പറയൂ. ചിങ്കം സാറേ, ഡെക്കറേഷൻ പണി ഒന്ന് കഴിയട്ടെ, എന്നിട്ട് തുടങ്ങാം. ചിങ്കം സാറേ, കെമിക്കൽ ഒന്ന് പുറത്തു കൊണ്ട് വയ്ക്ക്. ഡോക്ടർ ജഡ്ക, എന്റെ വലിയേട്ടാ. എന്റെ വലിയേട്ടന് തീർച്ചയായിട്ടും എന്റെ പിറന്നാൾ ഓർമ്മയുണ്ടാവാതിരിക്കില്ല. വലിയേട്ടാ, വാതിൽ തുറക്ക്. വലിയേട്ടാ. അവൻ അവിടെ കിടന്ന് ബഹളം വയ്ക്കേണ്ടത്. കുറച്ച് കഴിയുമ്പോ തിരിച്ചു വയ്ക്കോളൂ. നമ്മുടെ പാർട്ടിയുടെ ഒരുക്കങ്ങൾ ഇപ്പോഴും മുഴുവനും കഴിഞ്ഞിട്ടില്ല. മിഠായിയും കേക്കും ഒന്നും ഇതുവരെ വന്നിട്ടില്ല. ഡോക്ടർ ജഡ്ക അകത്തുണ്ടോ? അയാൾ അകത്തുണ്ടെങ്കിൽ ഞാൻ പിന്നെ പുറത്ത് നിൽക്കുവോ? അപ്പൊ ഈ മിഠായി ഞാൻ ആരുടെ കൊടുക്കണം? മിഠായിയോ? ഓ, എന്റെ അടുത്ത് തന്നോളൂ. ഞാൻ ജഡ്കയും പ്രതീക്ഷിച്ച് ഇവിടെ നിൽക്കുവാ. അയാളിങ്ങ് വന്നയുടൻ ഈ മിഠായി ഞാൻ അയാൾക്ക് കൊടുത്തേക്കാം. ഈ ആർത്തി പണ്ടാരം അവന്റെ ബർത്ത്ഡേ കൊളാക്കാൻ വേണ്ടി ഇറങ്ങി തിരിച്ചിരിക്കുക. ഞാൻ അവനെ വെറുതെ വിടില്ല. പത്ലു നിക്ക്, മിഠായി അവൻ എന്തായാലും കഴിച്ചില്ലേ. ഇനി അവനെ പോകാൻ അനുവദിക്ക്. വലിയേട്ടാ, എന്നാ പിന്നെ ഞാൻ പോണു. പിന്നെ വരാം. ഇന്ന് നോക്കി ആർക്കും എന്നെ വേണ്ടല്ലോ. എന്തോന്ന് കൂട്ടുകാരാ എന്നെയൊക്കെ. ഞാൻ ആരുടെയും കൂട്ടുകാരനല്ല. എന്നെ ആർക്കും ആവശ്യമില്ല. എല്ലാവരും കാപട്യം നിറഞ്ഞവരാണ്. ഈ ലോകം തന്നെ കപടമാണ്. ഞാൻ പോവാ. ഈ രണ്ട് കെമിക്കൽസ് ഒരിക്കലും ഒരുമിച്ച് ചേരാൻ പാടില്ല. വേഗം എന്തെങ്കിലും ചെയ്യ. ഇല്ല, ഓടിക്കോ. ഇപ്പൊ പൊട്ടിത്തെറിക്കോ. പത്തലൂര് പോലും എന്റെ പിറന്നാൾ ഓർമ്മയില്ലാതെ പോയല്ലോ. എനിക്ക് ഈ ലോകത്താകെ ഉണ്ടായിരുന്നത് അവൻ മാത്രമാ. അവൻ എന്റെ പിറന്നാൾ മറന്നെന്ന് ഓർക്കുമ്പോ എനിക്ക് ജീവിക്കാൻ തോന്നുന്നില്ല. ഹാപ്പി ബർത്ത്ഡേ. അപ്പൊ നിങ്ങൾക്കൊക്കെ ഓർമ്മയുണ്ടായിരുന്നോ? ഞങ്ങൾക്ക് അതെങ്ങനെ മറക്കാൻ കഴിയും? Happy birthday മോട്ടു, ഈ പാട്ടൊന്ന് കഴിഞ്ഞോട്ടെ. ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ഇന്ന് എന്റെ പിറന്നാളാന്ന് ഓർമ്മയുണ്ടായിട്ടാണോ നിങ്ങൾ എനിക്ക് വേണ്ടി ഒരു സർപ്രൈസ് പാർട്ടി പോലും അറേഞ്ച് ചെയ്യാതിരുന്നത്? ആ, സർപ്രൈസ് പാർട്ടിയുടെ രസമൊക്കെ അനുഭവിക്കാൻ പോകുന്നല്ലേ ഉള്ളൂ. ഞങ്ങൾക്ക് സർപ്രൈസ് പാർട്ടി തരാൻ പറ്റിയില്ല. പക്ഷേ സർപ്രൈസ് ഗിഫ്റ്റ് ഉണ്ടല്ലോ, എന്തായാലും തന്നിരിക്കും. സർപ്രൈസ് ഗിഫ്റ്റോ? കൊള്ളാം. എനിക്ക് സർപ്രൈസ് ഗിഫ്റ്റ് വളരെ ഇഷ്ടമാ. കാണിച്ചേ കാണിച്ചേ. ഇതെന്തൊക്കെയാ? സർപ്രൈസ് പാർട്ടി നിന്റെ വക തന്നു കഴിഞ്ഞല്ലോ. ഇനി സർപ്രൈസ് ഗിഫ്റ്റ് ഞങ്ങളുടെ വക തരുന്നതല്ലേ അതിന്റെ ശരി. കൊടുക്ക്. നിങ്ങൾക്ക് ആരെങ്കിലും ഒന്ന് പറഞ്ഞൂടെ? എന്നോട് എന്തിനാ ഇത്ര ദേഷ്യം? അതിന് മാത്രം ഞാൻ എന്താ ചെയ്തത്? രക്ഷിക്കണേ.
എന്തായി ചെയ്യുന്ന? എന്തിനാ പേടിക്കുന്നേ? പത്ലു, എനിക്ക് ഹോളി കളിക്കണ്ട. എനിക്കിങ്ങനെ കളറ് പൂശുന്നതൊന്നും ഇഷ്ടമല്ല. വർഷത്തിൽ ഒരു തവണയെ നമുക്ക് ഹോലി ആഘോഷിക്കാൻ അവസരം കിട്ടാറുള്ളൂ. നിനക്കത് എങ്ങനെ ആഘോഷിക്കാതിരിക്കാൻ കഴിയുന്നു? ഏറ്റവും ആദ്യം ഞാൻ നിന്റെ മേത്താ കളർ പൂശാൻ പോകുന്നേ. ഹോലി ആശംസകൾ മോട്ടു. വേണ്ട, 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 വേണ്ട. ചായം തേക്കും ഹോലി വന്നേ. ഹോലി ആശംസകൾ. ഹോളി ആശംസകൾ ചങ്ക്. പത്ലു എന്ന ചങ്ക്, മോട്ടുവിനെ കാണുന്നില്ലല്ലോ. അവൻ എവിടെ പോയി? അവൻ ഈ നിറങ്ങളോടൊക്കെ ഭയങ്കര പേടിയാണ്. അറിയില്ല അവൻ എവിടെ പോയി ഒളിഞ്ഞിരിക്കുന്നേന്ന്. എന്നാ പിന്നെ നിങ്ങളെ കൊണ്ട് പറ്റുന്നതൊക്കെ ചെയ്യ്. എന്നെ നിങ്ങൾക്ക് കളറി കുളിപ്പിക്കാൻ പറ്റില്ല. ഇനി മുകളിലുള്ളവൻ വിചാരിച്ചാ പോലും എന്റെ ദേഹത്ത് ഒരു തുള്ളി കളർ വെള്ളം ഒഴിക്കാൻ പറ്റില്ല. നിനക്ക് ജലദോഷമുള്ളതല്ലേ? വെള്ളത്തിൽ കളിക്കരുതെന്നല്ലേ പറഞ്ഞത്? കളർ ബലൂൺ എടുത്ത് കളിക്ക്. ആ ബക്കറ്റ് ഇങ്ങനെ തന്നെ. വേണ്ട മമ്മി, വേണ്ട, വേണ്ട. മുകളിലുള്ളവനെ കുറിച്ച് പറഞ്ഞപ്പോ മുകളിലുള്ളവളാണല്ലോ പണി തരുന്നത്. മുകളിലുള്ളവളെ നോക്കിയും കണ്ടും വെള്ളം ഒഴിച്ചൂടെ? സോറി, ആളെ നോക്കാതെ ഒഴിച്ചു പോയതാ. ഇനി നോക്കിട്ട് ഒഴിച്ചോളാം. ആ കളർ ബലൂൺ മുഴുവൻ ഇങ്ങടുത്തേ. നിറങ്ങളുടെ ഉത്സവം ഹോളി. ഹോളിയാണ് സഹോദര, ഹോളി. അതാ മോട്ട് ഓടുന്നു. പിടിക്ക്. ചേട്ടാ, ചായക്കടക്കാരനിവിടെ. ആ, ഞാൻ തന്നെയല്ലേ ചായക്കടക്കാരൻ. ഇതെന്ത് കോലമാ നിങ്ങൾ ആക്കി വെച്ചിരിക്കുന്നത്? ശരി, വേഗം കുറച്ച് സമൂസയും എടുത്തോളൂ. പിന്നെ ആരോടും ചെന്ന് പറഞ്ഞേക്കല്ലേ ഞാൻ ഇവിടെ ഒളിച്ചിരിക്കുന്ന കാര്യം. എല്ലാവരും വരിൻ, കേൾക്കുവിൻ ഞാൻ പറയുന്നത്. മോട്ടു ഇവിടെയാണ് ഒളിച്ചിരിക്കുന്നത്. പത്ലു, ഗസീട്ടാറാം, മോട്ടു ഇവിടെയാണുള്ളത്. ഹോളിയാണിത്, ഹോളി. വിഷമിക്കാനൊന്നുമില്ല, ഹോളി. മോട്ടു എന്റെ ചങ്ക്, മോട്ടു ബ്രോ, അവിടെ നിൽക്ക്. നീ എങ്ങോട്ടായി പോകുന്നത്? പൊളിച്ചെടുത്തല്ലോ. നമ്മള് ഹോളി ആഘോഷിക്കാണോ അതോ ഓട്ടമത്സരം ഓടിക്കല്ലേ മോട്ടു? ഹോളി ദിവസം എല്ലാരും ഒരുമിച്ച് ആഘോഷിക്കണം. നിറങ്ങളുടെ ഒരു സമുദ്രമായിരിക്കണം. ആരപ്പോ ഹോളി ആഘോഷിക്കാൻ വന്നിരിക്കുന്നത്? ചിങ്കം സാറെ, ഹോളി ആശംസകൾ. വരൂ സാറേ, നമുക്ക് ഹോലി കളിക്കാം. സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. ഈ യൂണിഫോമിൽ നിങ്ങൾ കളർ ഇടാൻ പാടില്ല. നിറങ്ങൾ മുഴുവൻ അതിലേക്ക് ഒഴിക്കൂ. എന്നിട്ട് ഹോളി ആശംസകൾ പറഞ്ഞോളൂ, അല്ലെങ്കിൽ ഞാൻ ജയിലിൽ പിടിച്ചിടും. വേണ്ട. എല്ലാവരും എന്റെ പുറകെ തന്നെയാണല്ലോ. മമ്മി. മോട്ട് അവിടെ നിൽക്ക്. ഒന്ന് നിൽക്ക്. മോട്ടു അവിടെ നിന്നേ, ഞാൻ ഇപ്പൊ തന്നെ വരുന്നുണ്ട്. മോട്ടു, സ്റ്റോപ്പ് ഇൻ ദ നെയിം ഓഫ് ലോ. ഭാരതമാതാവാണ് സത്യം, ഇന്ത്യ രാജ്യമാണ് സത്യം, നിയമമാണ് സത്യം. മര്യാദയ്ക്ക് നിന്നോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് ഇംപോസിബിൾ, ഹൈലി ഇംപോസിബിൾ. പത്ലു, പിടിക്ക്. ബൈക്കിന്റെ ഹാൻഡിൽ പിടിക്ക്. ഇപ്പൊ സന്തോഷമായി, ഇപ്പൊ സന്തോഷമായി. ഇനി കളിക്കാൻ നമുക്ക് ഹോളി. എന്റെ ബോസേ, എത്ര നല്ല കവിതയാ പറഞ്ഞേ. ബോസ്, ബോസ്, എവിടെ നിന്നാണാവോ മോട്ടുവിന്റെ
നിലവിളി ശബ്ദം കേൾക്കുന്നുണ്ടല്ലോ ബോസ്. വേഗം ഓടിക്കോ, മോട്ട് നിലവിളിക്കുന്നുണ്ട്. പണി നമുക്കിട്ട് വരാൻ പോകുന്നേ. ഓടിക്കോ. വളരെ നന്ദിയുണ്ട് പോട്ടു. ഞങ്ങൾക്ക് ഹോളി ആശംസിക്കാൻ നീ ഞങ്ങളെ അന്വേഷിച്ച് വന്നില്ലേ? ഒരുപാട് നന്ദിയുണ്ട് പോട്ടു. ഇല്ല ഇല്ല, മുകളിലുള്ള ദൈവമേ, എന്തിനാ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? വേണ്ട മോട്ടു കരയണ്ട, നമുക്ക് ഹോളി കളിക്കാമല്ലോ. അവരുടെ കൂടെ കളിക്കാൻ താല്പര്യമില്ലെങ്കിൽ കുഴപ്പമില്ല പോട്ടു. വാ നമുക്ക് കളിക്കാം. ഇതെന്തിനു സംഭവിച്ചു? എങ്ങനെ സംഭവിച്ചു? എപ്പോ സംഭവിച്ചു? ആർക്ക് സംഭവിച്ചു? ബോസ്, നമുക്ക് താഴെ പോയിട്ട് ആലോചിക്കാം. താഴേക്ക് പോയ രക്ഷയില്ലെന്ന് തോന്നുന്നു. വരൂ, നമുക്ക് ഈ മുകളിൽ കൂടെ തന്നെ രക്ഷപ്പെടാം. വാ വാ. ഇനി ഇവിടെ ആരും എന്റെ ദേഹത്ത് കളർ ഒഴിക്കാൻ വരില്ല. ഇന്ന് ഞാൻ ഇവിടെ സമാധാനത്തോടെ വിശ്രമിക്കുകയും ചെയ്യും. വേണ്ട, ഇതെന്താ കുരങ്ങന്മാര് ഹോളി കളിക്കാൻ തുടങ്ങിയോ? വേണ്ട, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളെ തല്ലുണ്ടോ? ഇന്ന് ലോകം മുഴുവൻ എന്റെ പുറകെ തന്നെയാണല്ലോ. ഇതെന്തായി സംഭവിക്കുന്നത്? നിന്റെ കൂടെ ഹോളി കളിക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുക്കിയ കെണിയല്ലേ മോട്ടു ഇത്? എങ്ങനെയുണ്ടോ? ഇനി നിനക്ക് എവിടേക്കും രക്ഷപ്പെടാൻ പറ്റില്ല. ഇന്ന് തന്നെ ഞങ്ങൾ വിടില്ല. നമുക്ക് കളിക്കാം ഹോളി. നോ ഗോളി, ഒള്ളി ഹോളി. അല്ല, എന്തിനാ നിങ്ങളൊക്കെ എന്റെ പുറകെ തന്നെ ഇങ്ങനെ വരുന്നത്? എനിക്ക് കളറിൽ കുളിക്കുന്നത് ഇഷ്ടമല്ല. മോട്ടു, നീ നിന്നെ തന്നെ ഒന്ന് നോക്ക്. നിന്റെ അടി മുതൽ മുടി വരെ എല്ലായിടത്തും കളറാ. ഇനിയിപ്പൊ നീ എവിടേക്കാ രക്ഷപ്പെടുന്നത്? ഇനി നിനക്ക് ഹോലി കളിച്ചൂടെ? ഇത് ഞാൻ ശ്രദ്ധിച്ചില്ല കേട്ടോ. എങ്കിൽ ശരി, ആദ്യം നീ എന്റെ ഈ കൈയും കാലും ഒക്കെ അഴിച്ചു വിട്. ഞാനും ചെന്ന് കളറൊക്കെ എടുത്തോണ്ട് വരട്ടെ. നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്യും. ഇവിടെ തന്നെ നിക്കണേ, ഞാൻ ഇപ്പൊ വരാം. എല്ലാവരും കേട്ടോളിൻ, നമ്മുടെ മോട്ടു വരുന്നുണ്ട്. ഓടിക്കോ. അല്ല, മോട്ട് വരുന്നതിന് നമ്മൾ എന്തിനാ ഓടുന്നേ? സംഭവിച്ചെന്താണെന്നൊന്നും തെളിച്ചു പറ ചായക്കടക്കാരാ. അവനുണ്ടല്ലോ. പൊളിച്ചെടുത്തല്ലോ. എവിടെ തീ പിടിച്ചിരിക്കുന്ന? എന്റെ അമ്മോ, മോട്ടു, എവിടെയാണ് തീ പിടിച്ചിരിക്കുന്നത്? ഈ ഇവിടെയാണ് പിടിച്ചിരിക്കുന്നത്. അതിനെ അടയ്ക്കാൻ വേണ്ടിയല്ലേ ഞാൻ വന്നിരിക്കുന്നത്. ആഹാ, ഹോളിയല്ലേ, ഹോളിയല്ലേ, നിറങ്ങൾ കൊണ്ടൊരു ഹോളിയല്ലേ. എന്റെ ചങ്ക, എന്റെ വിടോ. രക്ഷിക്കണേ. മോട്ടു, അത് നിർത്ത്. ഹോളിയല്ലേ, ഹോളിയല്ലേ, നിറങ്ങൾ കൊണ്ടൊരു ഹോളിയല്ലേ. എല്ലാ വർഷവും പോലെ ഇന്നും നമ്മൾ ഹോളി ആഘോഷിക്കുകയാണ്. എല്ലാ കുട്ടികളും ഓരോരുത്തരായിട്ട് ഹോളിയുടെ പവിത്രമായ ഈ ഫയറിൽ ഓരോ ചെറിയ ചെറിയ തടിക്കഷ്ണങ്ങൾ ഇട്ടിട്ട് ഹോളികയുടെ അനുഗ്രഹം സ്വന്തമാക്കും. Happy
ഹാപ്പി ഹോളി ഹാപ്പി ഹോളി. ഓ, ഇവിടെ ഹോളി ആഘോഷിക്കുകയാണല്ലേ. റപ്തധാരി ഇവിടെ ഉള്ളപ്പോ ആരും ഇവിടെ ഒന്നും ആഘോഷിക്കില്ല. അയ്യോ അതെന്താ? എനിക്ക് തോന്നുന്നത് അതിഭയങ്കര കാറ്റിന്റെ എഫക്റ്റ് ആയിരിക്കുന്ന. വരൂ മജീഷ്യൻ റഫ്താർദാരി, ഒരു ചെറിയ ജോലിയുണ്ട്, എന്നാൽ അല്പം കഠിനമാണ്. രുദ്രയുടെ കഥ അവസാനിപ്പിക്കണം. രുദ്ര! രുദ്ര എന്റെ പഴയ ശത്രുവാണ്. നീ എന്നെ എന്തായാലും വിളിച്ചു വരുത്തിയത് വളരെ നന്നായി. ഇനി നോക്കിക്കോ എന്റെ കളി. അവന് ഞാൻ കൊടുക്കാൻ പോകുന്ന പണി കണ്ട് നീ രസിച്ചോളൂ. ഇനി അടുത്ത് നിന്റെ ടേണാണ്. അല്ല, രുദ്രയ്ക്ക് പെട്ടെന്ന് എന്ത് സംഭവിച്ചു? ആരാ? Sebaska, and Piaro. നിനക്ക് എന്തു പറ്റി രുദ്ര? നീ പെട്ടെന്ന് മുകളിലേക്ക് പറന്നു, ആ കല്ലിൽ തട്ടി വീണു, പിന്നെ ഇവിടെ. അതെ മാഡം, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് തോന്നുന്നു ഏതൊരു അൺസ്ട്രെയിൻഡ് ഫോഴ്സ് ആണ് വന്നത്, എന്നിട്ട് എന്നെ കൊണ്ടുപോയി അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചത്. ഒന്നും മനസ്സിലാവുന്നില്ല. അതെന്തായിരുന്നു സംഭവം? മിന്നൽ വേഗത്തിലാ വന്നത്. അതിശക്തിയായ കാറ്റായിരുന്നു. ഈഗിൾമാൻ, നിങ്ങൾ അലർട്ടായിരിക്കൂ. ഇവിടെ ആരോ ഒളിച്ചിരിപ്പുണ്ട്. നമ്മൾ തയ്യാറെടുക്കണം. ശരി മേഡം, കാണുന്നു. നീ എന്താ പറഞ്ഞേ? രുദ്രയുടെ കഥ അവസാനിപ്പിക്കുമെന്നോ? എന്നിട്ട് രുദ്ര സേഫായി എത്തിയല്ലോ. അതുകൊണ്ടൊന്നും ഒരു പ്രശ്നമില്ല. എല്ലാ പ്രാവശ്യവും ഭാഗ്യം അവന്റെ കൂടെ ഉണ്ടാവണമെന്നില്ല. ഇപ്പൊ അവൻ അലേർട്ട് ആയിരിക്കുകയാണ്. ഇനി ബാക്കിയുള്ളതെല്ലാം ഞാൻ നാളെ ചെയ്തു കൊള്ളാം. ഞാനിപ്പോ ഡ്യൂട്ടിയിലാണ്. ഡിറ്റൻഷൻ. എന്റെ അടുത്തേക്ക് വാ. വരാനാ പറഞ്ഞത്. ഓരോരുത്തർക്കും ഞാൻ ഡിറ്റൻഷൻ തരും. അല്ല, ആരൊക്കെ ഉണ്ടായിരുന്നേ? ആരെന്നും എനിക്ക് മനസ്സിലായില്ലല്ലോ. ഒന്നിനെ ഞാൻ വെറുതെ വിടില്ല. മിസ് സെക്യൂരിറ്റി, ഇന്ന് ഹോളി എൻജോയ് ചെയ്യൂ. ഡിറ്റൻഷന്റെ കാര്യം ഒരു ദിവസത്തേക്ക് മറന്നേക്ക്. ഇന്ന് കുട്ടികൾ ഇഷ്ടം പോലെ കളിക്കട്ടെ. ഹാപ്പി ഹോളി മിസ് സെക്യൂരിറ്റി. ചേട്ടാ, നിങ്ങൾ കുട്ടികളോടൊപ്പം ചേർന്ന് കുട്ടിയായി മാറിയിരിക്കുക. ഇത് എന്തൊരു കഷ്ടോ. ഞാൻ കളറടിക്കട്ടെ.
ഇന്ന് ഞാൻ ശരിക്കും ഹോളി ആഘോഷിക്കും. എറിയട്ടെ, ആരുടെ മേലെ അറിയണ്ടേ? ആ ആഹാ. ഒരു മിനിറ്റ് നിൽക്കടാ, ഞാൻ ഇപ്പൊ നിന്നെ കാണിച്ചു തരാം. കുടുങ്ങി പോയില്ലേ? ഹാപ്പി ഹോളി. മാഡം കാനുങ്കോ, ഹാപ്പി ഹോലി. നിങ്ങൾക്കും ഹാപ്പി ഹോളി മിസ് സെക്യൂരിറ്റി. ഹാപ്പി ഹോലി. ഹാപ്പി ഹോലി. തെറ്റിദ്ധരിക്കണ്ട, ഹോലി ഹോലി. ഇന്ന് രുദ്ര എന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്താ ഇത്? എന്താ അത് എവിടുന്നാ വന്നത്? ഇത്രയും ശക്തമായ കാറ്റ്. ഇതെന്താ സംഭവിക്കുന്നത്? കുട്ടികളെ ശ്രദ്ധിക്കോ. Sebastian, stop it! ഇതെന്താ? Sebastian, throw Paulino! എന്താ ഇത്? എന്താ ഇത്? അയ്യോ, രക്ഷിക്കണേ. രക്താർധാരി, ഞാൻ രുദ്രയുടെ കഥ കഴിക്കാനാ പറഞ്ഞത്, അല്ലാതെ എന്നെ ഇങ്ങനെ കുരങ്ങം കളിപ്പിക്കാനല്ല. എന്താ ഈ ചെയ്യുന്നത്? രുദ്രയെ തന്നെയാണ് ഞാൻ അറ്റാക്ക് ചെയ്തത്. ആ യുദ്ധം ഇനിയും അവസാനിച്ചിട്ടില്ല. യുദ്ധം ഇനിയും തുടങ്ങാൻ പോവുകയാണ്. നിങ്ങൾ വിഷമിക്കണ്ട, ഞാൻ ഒരിക്കലും നിങ്ങളെ നിരാശപ്പെടുത്തില്ല. മതി മതി, ഡയലോഗൊക്കെ നിർത്ത്. ആദ്യം നീ ഞാൻ ഏൽപ്പിച്ച കാര്യം ചെയ്യാൻ നോക്ക്. അതൊക്കെ ഞാൻ ചെയ്തോളാം, നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട. മാഡം, എനിക്കിപ്പോ ഒരു കാര്യം നല്ല ഉറപ്പാണ്. ആരും എന്റെ പുറകെ കൂടിയിട്ടുണ്ട്. പെട്ടെന്ന് വരുന്നു, എന്നെ പേടിപ്പിക്കുന്നു, ഉപദ്രവിക്കുന്നു, പിന്നെ പോകുന്നു. എനിക്കറിയാം നീ ഇവിടെ തന്നെ ഉണ്ടെന്ന്. ധൈര്യമുള്ള ആണാണെങ്കിൽ ഇങ്ങോട്ട് വാ, ഞാൻ നിന്നെ കാണിച്ചു തരാം. അത് മാത്രല്ല, ഇത്രയും സ്പീഡുള്ള ഒരു മാജിഷ്യൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അയാളുടെ പേരാണ് രഫ്താർധാരി. രഫ്താർധാരി, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് വാ. നിങ്ങൾ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിങ്ങളെ ആരും ഇവിടെ ഒന്നും പറയില്ല. അപ്പം നിനക്കെന്നെ മനസ്സിലായി അല്ലേ? അതെ, എനിക്ക് നിന്നെ കുറിച്ച് നന്നായിട്ട് അറിയാം. നിന്റെ സ്പീഡ് കണ്ടപ്പോഴേ എനിക്ക് എല്ലാ കാര്യവും മനസ്സിലായി. പക്ഷെ നീ ഒരു കാര്യം മറന്നു. കഴിഞ്ഞ തവണ നിനക്ക് എന്തൊക്കെയാണ് സംഭവിച്ചെന്നുള്ള കാര്യം. ഞാനൊന്നും പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എനിക്ക് ഏറ്റ അവമാനത്തിന് തിരിച്ചടി നൽകാൻ വന്നത്. ഇപ്രാവശ്യം നിന്റെ അവസ്ഥ എന്താകുമെന്ന് നിനക്ക് ചിന്തിക്കാൻ പോലും കഴിയില്ല. രുദ്രയുടെ പ്രായവും രുദ്രയുടെ മാജിക്കിനും സംശയിക്കരുത്. ഒന്നും നടക്കില്ല.
രഫ്താർധാരി, ഇനി നിന്റെ ഒരു കളികളും എന്റെ മുമ്പിൽ വർക്കൗട്ട് ആകാൻ പോകുന്നില്ല. അതെങ്ങനെ വർക്കൗട്ട് ആകാതിരിക്കും? അത് ഉറപ്പായും വർക്കൗട്ട് ആകും. രുദ്രയെ തോൽപ്പിക്കണമെങ്കിൽ ഈ ട്രിക്ക് എനിക്ക് ചെയ്തേ മതിയാവൂ. മതിയാക്ക്, എല്ലാം അവസാനിപ്പിക്കേ. നിങ്ങളുടെ യുദ്ധം നിർത്തുന്നുണ്ടോ? ഇവിടെ ഈ യുദ്ധമൊന്നും വേണ്ട. ഞങ്ങളുടെ സ്റ്റുഡൻസിനെ അറ്റാക്ക് ചെയ്യാൻ നിനക്ക് അവകാശമില്ല. ഓ നോ, ഞാൻ നിങ്ങളെ കണ്ട് ശരിക്കും പേടിച്ചു പോയി. അത് ഞാൻ ശരിക്കും പേടിച്ചു പോയി. ഇനി ആർക്കാണ് എന്നോട് ഏറ്റുമുട്ടേണ്ടത്? ഈ വാതിൽ എന്താ തുറക്കാത്തത്? ഓപ്പൺ ദ ഡോർ. ആരെങ്കിലും ഈ വാതിലൊന്ന് തുറക്ക്. ഈ വാതിലൊന്ന് തുറക്കാൻ. ഈഗിൾ മാൻ, മിസ് സെക്യൂരിറ്റി. മാഡം കാണുങ്കോ, ഞാനും അകത്തന്നെയാ ഉള്ളത്. നീ എന്താ ഇവിടെ? നീ പുറത്തല്ലേ നിൽക്കേണ്ടത്? അത് പിന്നെ മാഡം, അവൻ നിങ്ങളോടൊപ്പം എന്നെയും പൊക്കിക്കൊണ്ട് വന്നിരിക്കുകയാണ്. അത് ഞാൻ പോലും അറിഞ്ഞില്ലായിരുന്നു. ഇത്തവണ അവൻ വേറെ ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്. അപ്രതീക്ഷിതമായിട്ട് പെട്ടെന്ന് വന്ന് എന്റെ പുറകിൽ അറ്റാക്ക് ചെയ്യാ ചെയ്യുന്നത്. അന്തർ മന്തർ കാലിക്കൽ അന്തർ ചൂ. വെരി ഗുഡ് മൈര, വെരി ഗുഡ്. എന്ത് വെരി ഗുഡ്. എനിക്ക് മുറിവ് പറ്റിയിരിക്കുക. എല്ലാം വലിച്ചെറിയ. എന്നെയും കൂടി എന്തിനാ വലിച്ചെറിയുന്നത്? സോറി വരുൺ. അല്ല, അവൻ എവിടെ പോയി? രുദ്ര, എന്തേലും ഒന്ന് ചെയ്യ്. മോട്ടോർ വിങ്സ് ക്രിയേറ്റോ. അല്ല, എന്റെ തലയിൽ എന്താ എത്ര വെയിറ്റ് ഉള്ള പോലെ തോന്നുന്നേ? വരുൺ, നിന്റെ തലയിൽ ഒരു ഒക്ടോപസ് ഇരിക്കുന്നുണ്ട്. രക്ഷിക്ക്, ഇതിനെടുത്ത് മാറ്റ്. രക്ഷിക്ക്, എനിക്കിതിന് ഇഷ്ടമല്ല. ആരെങ്കിലും രക്ഷിക്ക്, ഇതിനൊന്നും പിടിച്ചു മാറ്റ്. റഫ്താർധാരി, വരൂ, നമുക്ക് പരസ്പരം ഏറ്റുമുട്ടാം. എന്തിനാണ് മറ്റുള്ളവരെ ദ്രോഹിക്കുന്നത്? വരൂ, ആകാശത്തേക്ക് പോകാം. ആകാശത്തിൽ വെച്ചാവുമ്പോ എനിക്കും അത് വളരെ നല്ലതാണ്. ഇവനെന്നെ കാണാൻ പോലും പറ്റില്ല. രുദ്ര, ഈ രഫ്താറിന്റെ കയ്യിൽ നിന്ന് എനിക്കിനി രക്ഷപ്പെടാനാവില്ല. നമുക്ക് കാണാം.
ഇവനെങ്ങനെ ഇത്രമാത്രം സ്പീഡായി പോയത്? ആകാശത്തിൽ വന്നാൽ എന്റെ സ്പീഡ് വളരെയധികം കൂടുന്നതാണ്. അത് നിനക്കറിയോ രുദ്ര? ഇങ്ങോട്ട് എന്നെ വിളിച്ചു വരുത്തിയത് വളരെയധികം മണ്ടത്തരമായി പോയി രുദ്ര. നിന്റെ കളി ഞാൻ ഇന്ന് അവസാനിപ്പിച്ചു തരാം. നീ അധികം സന്തോഷിക്കൊന്നും വേണ്ട റഫ്താർദാരി. നിന്റെ കളി ഇപ്പൊ ഞാൻ അവസാനിപ്പിച്ചു തരാം. അല്ല, ഇതെന്താ സംഭവിക്കുന്നേ? ഇപ്പൊ എനിക്ക് മനസ്സിലായി ആകാശത്ത് നിന്നെ എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്ന് എനിക്ക് മനസ്സിലായി. നിനക്ക് എന്ത് പറ്റി രുദ്ര? ഇനി ഞാൻ നിന്റെ അടുത്ത് എന്താ കാണിക്കാൻ പോകുന്നെന്ന് നീ കണ്ടോളൂ. ഞാൻ ആദ്യം തന്നെ പറഞ്ഞതല്ലേ, രുദ്രന്റെ പ്രായത്തെയും രുദ്രന്റെ മാജിക്കിനെയും ഒരിക്കലും സംശയിക്കരുതെന്ന്. ബൂം ചിക് ചിക് ബൂം കലത്രോ. രുദ്ര, നീ എന്ത് വേണമെങ്കിലും ചെയ്തോളൂ, പക്ഷെ നിന്നെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം പിടിച്ചു കാണിക്ക്, എന്നിട്ട് ബാക്കി ആലോചിക്കാം. നീ ഇനി എന്ത് ചെയ്താലും റഫ്താർദാരി, നിന്റെ സ്പീഡ് ഒരിക്കലും എന്നെ തടയാൻ പോകുന്നില്ല. ബലൂൺസ് ത്രോ. ഇവ മോളോട്ട് പോയ വേഗത്തിൽ തിരിച്ചു വന്നല്ലോ. അതാരാണ് പറഞ്ഞത്? ഓ, നിങ്ങളായിരുന്നോ പറഞ്ഞത്? രുദ്രയ്ക്കൊപ്പം നിങ്ങൾക്ക് ഞാനൊരു പാഠം പഠിപ്പിച്ചു തരാം. റഫ്താർദാരി. ഹാപ്പി ഹോളി റഫ്താർദാരി. എനിക്കിനി എവിടുന്നാണ് ഹാപ്പി ഹോളി? നീ എന്നെ മൊത്തത്തിൽ പാതാളത്തിലേക്ക് താഴ്ത്തി കളഞ്ഞില്ലേ? ഇനി എനിക്ക് മാജിക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കളറുകളും വലിച്ചെറിയാൻ കഴിയില്ല. ഓടിപ്പോകാൻ പോലും കഴിയില്ല. എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. എന്റെ സ്പീഡാണ് എന്റെ ഏറ്റവും വലിയ ആയുധം. ഇത്തവണയും നീ വീണ്ടും വിജയിച്ചിരിക്കുന്നു. അടുത്ത പ്രാവശ്യം നീ കണ്ടോ ഞാൻ നിനക്കിട്ട് എന്ത് പണിയാണ് തരാൻ പോകുന്നതെന്ന്. അതിന് ഞാൻ നിന്നെ വേഗം വിട്ടയച്ചിട്ട് വേണ്ടേ നീ അടുത്ത തവണ നോക്കാൻ. മിസ് സെക്യൂരിറ്റി, ഈഗിൾമാൻ, ഇവൻ അറസ്റ്റ് ചെയ്യൂ. ഇവനെ കെട്ടിക്കൊണ്ടുപോയി സർ മജസ്റ്റിക്കോയുടെ അടുത്തെത്തിക്കൂ. ഇവന് നല്ലൊരു ശിക്ഷ നൽകണം. ഇനി ഒരിക്കലും അവൻ ഈ സ്കൂളിലേക്ക് തിരിഞ്ഞു നോക്കരുത്. ഓക്കെ മാഡം. താങ്ക് യു രുദ്ര, താങ്ക് യു. നീ വളരെ ധീരതയോടെയാണ് അവനോട് ഏറ്റുമുട്ടിയത്. എന്നാൽ നമുക്ക് ഹോളി സെലിബ്രേറ്റ് ചെയ്യാം. എല്ലാവർക്കും രുദ്രന്റെ ഹോളി ആശംസകൾ. ഇന്ന് നമുക്ക് ഹോളിയാണ്, ആഘോഷിക്കാനുള്ള സമയമാണ്. മമ്മി, ആര്യ, പപ്പ. അഭിമന്യു, എന്ത് പറ്റി? വേഗം മുകളിലേക്ക് വാ.
സോറി, ഞാൻ മറന്നുപോയി. ദാ അത് കണ്ടോ? എങ്ങോട്ടാണ് മോനെ ഓടുന്നേ? എന്താ ഈ പുതിയതായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്? ഈ ഹ്യൂമൻസിനെ ഹ്യൂമൻസ് ആയിട്ട് തോന്നുന്നേ ഇല്ല. സോംബി ആയതായിരിക്കും. സോംബിയോ? സോംബി അല്ല, സോംബി. ഞാൻ ടിവിയിൽ കണ്ടിട്ടുണ്ട്. ഈ ഹ്യൂമൻസ് സോംബി ആയിട്ട് മാറും, എന്നിട്ട് ഇവർ ഓരോരുത്തരെയും സോംബിയാക്കി മാറ്റുകയും ചെയ്യും. അങ്ങനെ ഭൂമിയിലുള്ള എല്ലാവരും സോംബികളായി മാറും. ദാ ഇതുപോലെ. പേടിക്കണ്ട പപ്പ, നമ്മൾ ഹ്യൂമൻസ് അല്ലല്ലോ, ഏലിയൻസ് അല്ലേ. പിന്നെ ഇവർക്ക് നമ്മളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ സോംബീസിനെ കുറിച്ച് നീ വേറെന്തൊക്കെയാ ടിവിയിൽ കണ്ടത്? കുറച്ച് സോംബികള് വല്ലാത്ത രീതിയിലാണ് നടക്കുന്നത്. ഇങ്ങനെ വീണടാ. ഐ തിങ്ക് ഹ്യൂമൻസിനെ സോംബീസിൽ നിന്ന് രക്ഷിച്ചേ പറ്റൂ. അതിന്റെ ആവശ്യമൊന്നുമില്ല. എനിക്ക് സോംബീസ് ഡേഞ്ചറസ് ആയിട്ടാ തോന്നുന്നത്. അത് മാത്രമല്ല, ഇത് ഹ്യൂമൻസിന്റെ പ്രോബ്ലം മാത്രമാ. നമുക്ക് ഇതിന്റെ ഇടയിൽ പോകേണ്ട കാര്യമൊന്നുമില്ല. വാ നമുക്ക് പോവാം. ഹ്യൂമൻസിനെ എന്തായാലും സോംബി ആക്കാൻ വിട്ടുകൊടുക്കാൻ പാടില്ല. ആര്യ, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമ്മൾ ഏലിയൻസിന് മുന്നിൽ ഈ സോംബീസ് ഒന്നും അല്ല. അഭിമന്യു, നീ എന്തിനാ വെറുതെ പ്രശ്നത്തിൽ പോയി ചേരാൻ പോകുന്നത്? നീ എത്ര തന്നെ ഒളിച്ചിരുന്നാലും ഈ റോണിയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പോകുന്നില്ല. പിള്ളേരെ പോലെ തുമ്മുകയാണ്. നവീനെ സോംബിയാക്കിയെന്നാ തോന്നുന്നത്. കണ്ടല്ലോ അഭിമന്യു, ഞാൻ പറഞ്ഞതല്ലേ അവരുടെ അടുത്ത് മാറി നിൽക്കാൻ. മനസ്സിലായി. പക്ഷെ ആദ്യം ഇതാലോചിക്ക്, പപ്പയെ എങ്ങനെ രക്ഷപ്പെടുത്താമെന്ന്. നമുക്ക് നവീന്റെ സോക്കറ്റിൽ നിന്ന് വെള്ളം എടുത്ത് കളഞ്ഞേ പറ്റൂ. No fear when Abhimanyu is here. ഹ്യൂമൻസ് ഇങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് വെള്ളം കളയുന്നേ, തലകുത്തി പിടിച്ചിട്ട്. അപ്പേ നേരെ നിർത്ത് അഭിമന്യു, എന്നിട്ട് ജനലും വാതിലും ഒക്കെ ഒന്ന് അടയ്ക്കാൻ നോക്ക്. നമുക്ക് ഈ ഹെയർ ഡ്രയർ വെച്ച് വെള്ളം ഇല്ലാതാക്കാൻ പറ്റും. അഭിമന്യു, വിൻഡോസിന്റെ എല്ലാ കർട്ടനും അടച്ചിടാൻ നോക്ക്, അല്ലെങ്കിൽ ആ റോണി പപ്പയെ കണ്ടുപിടിക്കും. അയ്യോ, ഈ റോണി മണ്ടൻ ഇവിടെ എത്തിയോ? അയ്യോ, റോണിയുടെ കയ്യിൽ ആ ഗണ്ണുണ്ടല്ലോ. കളർഫുൾ ലിക്വിഡ് വെച്ചിട്ടാണ് സോംബിയാക്കി മാറ്റുന്നേ. അഭിമന്യു, നീ എത്ര വേണമെങ്കിലും ശ്രമിച്ചോ, പക്ഷെ ഈ റോണിയുടെ കയ്യിൽ നിന്ന് നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഈ സോംബി ഗണ്ണിനെയാണ് വാട്ടർ ഗൺ എന്ന് പറയുന്നത്. ഇവൻ റോണിയാണോ അതോ സോംബി റോണിയാണോ? എന്തായാലും ഇവൻ പുറകിൽ നിന്ന് മാറുന്നില്ലല്ലോ. എന്തായാലും ഇവനൊരു പണി കൊടുത്തിട്ട് തന്നെ കാര്യം.
അഭിമന്യു. ഓ നോ അഭിമന്യു, നീ എന്തായി ചെയ്തത്? റോണിക്ക് മുറിവ് പറ്റിയെന്ന് തോന്നുന്നേ. അഭിമന്യു ഇപ്പൊ കാണിച്ചു തരാവടാ ഞാൻ. സോമികൾ ഓടിക്കാം. ഈ റോണി ഇതെന്തിനാ നിന്റെ പുറകെ ഇങ്ങനെ നടക്കുന്നു? അറിയില്ല, പക്ഷെ സോംബിയുടെ രഹസ്യം കണ്ടുപിടിച്ചു. അത് തന്നെ, സോംബീസിന്റെ കാര്യം ശരിയാക്കാൻ നമുക്ക് കുറച്ച് വെള്ളം മാത്രം മതി. യെസ്, വാ ആര്യോട് കൂടെ പറയാം നമുക്ക്. അഭിമന്യു, ഇതുകൊണ്ട് കാര്യം നടക്കൂല അല്ലേ? ഓഫ് കോഴ്സ് ആര്യ. മമ്മി, ഞാൻ കൈ കാണിക്കുമ്പോ പൈപ്പ് തുറക്കണേ. ഗുഡ് ലക്ക് അഭിമന്യു. രക്ഷപ്പെടും എന്റെ സോംബികളെ. ആര്യ, പൈപ്പ് തുറന്നോ? ഇപ്പൊ തുറക്കാം. അയ്യോ, ഇപ്പൊ ഇതിന് എന്ത് പറ്റി? ഇത് തുറക്കുന്നില്ലല്ലോ. അയ്യോ, വേഗം ചെയ്യ്, അവരെന്റെ അടുത്തോട്ട് വന്നോണ്ട്. ഓ നോ, ഈ ഗോട്ടാലങ്ങള് നമ്മളെ വെറുതെ വിടില്ലല്ലോ. ഇനി നിനക്ക് രക്ഷയില്ല. അഭിമന്യു, ഇനി നിനക്കുള്ള പണിയാടാ. പണി വരുമെന്നാ തോന്നുന്നു. വെള്ളം വരുന്നുണ്ട്, ഇനി നോക്കട്ടെ. ഇന്നാടാ നിങ്ങൾ പിടിച്ചോ. വെള്ളം എന്നെ വിടാൻ പോകുന്നില്ല. അഭിമന്യു, നീ രക്ഷപ്പെടാൻ പോകുന്നില്ല. ഓ നോ, ഈ സോംബികളെന്താ നിൽക്കാത്തത്? അയ്യോ, ആ സോംബികളെല്ലാം അഭിമന്യുന്റെ അടുത്തേക്കാണല്ലോ ചെല്ലുന്നത്. ഓ നോ. ഓ നോ, അഭിമന്യു. ഹോളിയാണ്, ഓ നോ, അഭിമന്യു സോംബിയായി മാറിയോ? ആ കുക്കി, ഞാൻ എത്ര നേരമായി നിന്നെ നോക്കുന്ന ഈ നിറങ്ങളൊന്ന് പെരട്ടാൻ. ഇത് കണ്ടില്ലേ? ഹാപ്പി ഹോളി. സന്തോഷിക്കൂ, ഇന്ന് ഹോളിയാണ്. ആ, നീ എന്താ മറന്നുപോയോ? ഇന്ന് ഹോളിയാണ് എന്ന് വെച്ചാൽ നിറങ്ങളുടെ ഉത്സവം. അതെയോ? എങ്കിൽ നിങ്ങൾക്കും ഹാപ്പി ഹോളി ആന്റി. നിങ്ങൾക്കും ഹാപ്പി ഹോളി മിസ്സസ് ഗോട്ടാല. മിസ്റ്റർ ഗോട്ടാല ഇതെവിടെ പോയി? ഞാൻ അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ട് വരാം കേട്ടോ. എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഹോളി ആഘോഷിക്കാം. സോംബീസ് ആണല്ലേ? നീ ഫിലിം കാണുന്നതൊന്ന് കുറയ്ക്ക് അഭിമന്യു. സോറി, ഞാൻ സോറി പറഞ്ഞല്ലോ. പിന്നെന്താ? വിഷമിക്കണ്ട, ഇന്ന് ഹോളിയല്ല. അങ്ങനെ ഹാപ്പിക്ക് ഹോളി. ഹായ്, ഞാൻ ഇവിടെ ഉണ്ട്. നീ കുറച്ച് ചിരിച്ചില്ലേ? ഇപ്പൊ വെള്ളത്തിൽ കുളിച്ചില്ലേ? കൊള്ളാലോ, കളേഴ്സ്. ഇതെന്താണിത്? എന്റെ ചപ്പാത്തി നാശമാക്കി. നീ നന്നായിക്കോളൂ ഹാപ്പി, അതാ നിനക്ക് നല്ലത്. ചോദിക്കാതെ ഒരു സാധനം തൊടരുത്. അതിന് എന്തെങ്കിലും പ്രത്യേകത ഉള്ളതാണോ? കളേഴ്സ് തന്നെയല്ലേ? ഇത് കേണൽ സൂര്യയുടെ കളേഴ്സ് ആണ്. അതും അദ്ദേഹത്തിന്റെ സ്പെഷ്യൽ ബൂത്ത് ഫ്രണ്ട്സിന് വേണ്ടിയുള്ളതാണ്. കേണൽ സൂര്യയുടെ ബൂത്ത് കളേഴ്സ്. എന്താ പിനാക്കി, നീ ഇന്ന് സ്കൂളിൽ പോകുന്നില്ലേ? ഇന്ന് എന്റെ സ്കൂളിൽ ഹോളി പാർട്ടിയാണ്. ഹാപ്പി, ഞാൻ സ്കൂളിലേക്ക് പോവാ. നീ കളേഴ്സ് കൊണ്ട് പറയുക. ഇതിൽ പിനാക്കിയുടെ കളർ ഏതാണ്? എന്ത് ചെയ്യും? ഐഡിയ.
ഇന്നി മിന്നി മന്നി മോ ഇതിൽ പിനാക്കിയുടെ കളർ ഏതാണ്? നീ ഇതെങ്ങോട്ടേ പോന്നേ? സ്കൂളിൽ. ആ സ്കൂൾ എനിക്ക് എന്റെ സ്വന്തം പോലെയാണ്. എനിക്ക് അവിടുത്തെ ഹോളി കാണണം. ആ ശരി, പക്ഷേ വെള്ളം ശ്രദ്ധിക്കണം. ആ കുട്ടികളെ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കും. ഹോളി ആഘോഷിക്കാനുള്ള ഒരുക്കങ്ങൾ ലോണിൽ ചെയ്തിട്ടുണ്ട്. സ്കൂളിനുള്ളിൽ ആഘോഷങ്ങൾ പാടില്ല, മനസ്സിലായോ? അപ്പോൾ ഈ ക്ലാസ് കഴിഞ്ഞാൽ എല്ലാവർക്കും പുറത്തു പോകാം. ഞാൻ വീട്ടിലേക്ക് പോകുന്നു. പക്ഷേ എല്ലാവരും റൂൾസ് ഫോളോ ചെയ്യണം, അല്ലെങ്കിൽ ആബ്സെന്റ് മാർക്ക് ചെയ്യും നല്ല സ്റ്റൈലായിട്ട്. സാർ, ഞങ്ങൾ സാറിന്റെ കൂടെ ഹോളി കളിക്കും, അതും നല്ല സ്റ്റൈലായിട്ട്. കാരണം ഹോളിയിൽ ഒരു റൂൾസും ഉണ്ടാവില്ല. മോനെ സന്തോ, നീ ഭയങ്കര സ്മാർട്ട് ആണല്ലേ. എന്നെ കളിയാക്കുന്നു. ആ പിന്നൊരു കാര്യം, എല്ലാരും കളിച്ചു തുടങ്ങിയോ? അയ്യോ, എന്റെ കളറുള്ള ബാഗ് അകത്തായി പോയി. ഞാൻ ഇപ്പൊ പോയി എടുത്തിട്ട് വരാം. നിക്ക് പിനാക്കി, ഞാനും വരുന്നു. പിനാക്കിയുടെ ബാഗ്. നീ ഒരുപാട് എന്നെ കളിയാക്കി ചിരിച്ചില്ലേ? ഇനി നിന്റെ കളേഴ്സ് നിന്റെ ദേഹത്ത് തന്നെ ഞാൻ പോരട്ടും. അങ്ങനെ ഞാൻ ഹോളി കളിക്കും. ഹേ സന്തു, വാ, എല്ലാവരുടെയും ദേഹത്ത് പെർമനന്റ് കളേഴ്സ് ഇടണം. സന്തു, അയ്യോ, എല്ലാവരെയും ഞാൻ ശരിയാക്കും. വേണ്ട, എല്ലാവരുടെ ദേഹത്ത് ഞാൻ കളറിടും. ഇപ്പൊ കളേഴ്സ് എടുത്തോണ്ട് വരാം. വേഗം. ഈ ബാഗ് തുറന്നു വെച്ചത്? അയ്യോ, കളേഴ്സ് എവിടെ പോയി? ഹാപ്പി, നീ കളേഴ്സ് ഒന്നും എടുത്തു വെച്ചില്ലേ? വെച്ചിരുന്നു. അയ്യോ, ഇതെന്ത് പറ്റി? എല്ലാവരുടെ ദേഹത്ത് ഞാൻ കളറിടും, എല്ലാവരും ഞാൻ ശരിയാക്കും. ചിലപ്പോൾ ഞാൻ തെറ്റായ ഹോളി കളറായിരിക്കും എടുത്തു വെച്ചത്. ചിലപ്പോൾ ഇത് ഭൂതങ്ങളുടെ കളറായിരിക്കും. മനുഷ്യന്മാർക്ക് ഈ കളറിട്ടാൽ ചിലപ്പോൾ ഭൂതങ്ങളായി മാറുമായിരിക്കും. നീയും മനുഷ്യനാണ്, അവർക്ക് നിന്റെ ദേഹത്ത് കളർ ഇടണമായിരിക്കും. നിനക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. എല്ലാരും ദേഹത്ത് ഞാൻ കളറിടും, എല്ലാരും ഞാൻ ശരിയാക്കും. സന്തുന്റെ കയ്യിൽ നമ്മൾ രക്ഷപ്പെട്ടു. ഹാപ്പി, നമ്മൾ രക്ഷപ്പെടാൻ വഴിയില്ല. നമ്മൾ രണ്ടുപേരേ ഉള്ളൂ. ഇവിടെ എത്ര ഭൂതങ്ങളാ? ഇതിനെന്തെങ്കിലും ഒരു സൊല്യൂഷൻ ഉണ്ടാവില്ലേ? ചിന്തിക്ക് ഹാപ്പി, ചിന്തിക്ക്. സൊല്യൂഷൻ സൊല്യൂഷൻ ഉണ്ട്. ഞാനിപ്പോ വരാം. അയ്യോ ഹാപ്പി, എന്നെ ഇവിടെ തനിച്ചാക്കി പോവല്ലേ. പിനാക്കി, ഇനി നീ തന്നെ ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്ക്. ഹോളി പാർട്ടിയും കൊളായി, പിന്നെ അതിന്റെ കൂടെ ഞങ്ങൾ എല്ലാവരും ഭൂതങ്ങളായി.
കിട്ടിപ്പോയി. ഭൂതമായോ? അയ്യോ, ഞാൻ ഭൂതമായതല്ല, ഇവര് പറ്റിക്കുകയാണ്. മണ്ടൻ. കുറച്ചു സമയത്തിനുള്ളിൽ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടുപിടിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ ശരിക്കും ഭൂതമായി മാറും. ഒന്ന് വേഗം പറയൂ, ഇത് എങ്ങനെ സോൾവ് ചെയ്യണ്ടേന്ന്. അയ്യോ, അതവിടെ പോയി. ഇന്ന പിടിച്ചു. അയ്യോ ഹാപ്പി, ഇതിപ്പോ കുളിക്കാനുള്ള സമയമല്ല. പിന്നെ ഭൂതം എപ്പോഴാ കുളിക്കാൻ തുടങ്ങിയത്? അതിനിത് നോർമൽ സോപ്പ് അല്ല, ഇത് ഭൂതങ്ങളുടെ സോപ്പാണ്. ഭൂതങ്ങളുടെ. ഇത് കൊണ്ട് ആരുടെ ദേഹത്താണോ ആദ്യം കളേഴ്സ് ആയത് അവരെ നന്നായി ഉരയ്ക്കണം. ആദ്യത്തെ കളറ് ഏറ്റവും ആദ്യം കളറ് ആർക്ക് വരാനാ സാധ്യത? സന്തു. ഇനി ഞാൻ എല്ലാരെയും തല തിരിഞ്ഞ് കളറിടും. എല്ലാരും ഞാൻ ശരിയാക്കും. ഹാപ്പി, നീ മുകളിലത്തെ കാര്യം നോക്കൂ, ഞാൻ താഴത്തെ കാര്യം നോക്കിയോളാം. എല്ലാരുടെ ദേഹത്ത് കളറിടും, എല്ലാരും ശരിയാക്കും. എന്താ എന്റെ കളറിടണോ? ഹാപ്പി, വേഗം കളറിടും, എല്ലാരും ശരിയാക്കും. അതെന്നെ ഒന്ന് പിടിക്കൂ. വരൂ വരൂ. ഹാപ്പി, കം ഫാസ്റ്റ്. അയ്യോ പിണക്കി, നിനക്ക് എന്തെങ്കിലും പറ്റിയോ? കളറിടും, എല്ലാരും ശരിയാക്കും. ഈ പിണക്കി കൊണ്ട് ഞാൻ തോറ്റു. വരൂ, ഇനി നമുക്ക് കുറച്ചു നേരം ഇതാ ഞാൻ നിന്നെ പിടിച്ചു. കളറിടും, എല്ലാരും ശരിയാക്കും. ഞാൻ വരുന്നു. പിടിച്ചു. പിണക്കി, വേഗം സോപ്പ് കൊണ്ട് ഉരയ്ക്കൂ. അതത്ര എളുപ്പമല്ല, ഇപ്പൊ കാണിച്ചു തരാൻ. പിണക്കി, അവൻ പിന്നെ രക്ഷപ്പെട്ടല്ലോ. മതി, ഇനി അനുവദിക്കാൻ പറ്റില്ല. നിന്റെ കൈ എനിക്ക് തരൂ ഹാപ്പി. കളറിടും ഞാൻ. പിനാക്കി, ഹോളിയായിട്ട് നീ ഇതെന്താ സോപ്പും പിടിച്ചു നിക്കുന്നേ? കളറിട്ട ഉടനെ പോയി കുളിക്കാനാണോ? നമ്മുടെ സന്തു തിരിച്ചു വന്നു. സന്തു, ഈ സോപ്പ് നിനക്കുള്ളതാണ്. കാരണം നിനക്ക് ഇതിട്ട് നല്ലോണം ഉരച്ചുരച്ച് കഴുകേണ്ടി വരില്ലേ? ഇത് കഴിഞ്ഞിട്ട് ഹാപ്പി ഹോളി. കുളിക്കുന്നത് കൊണ്ട് ശരീരം വൃത്തിയാകും കുട്ടികളെ, പക്ഷെ ബുദ്ധി വൃത്തിയാകണമെങ്കിൽ നന്നായി പഠിക്കേണ്ടി വരും കുട്ടികളെ. ഈ ഡോണിന്റെ പഞ്ച് ഡയലോഗ് എങ്ങനെയുണ്ട്? ഇന്ന് ഞാൻ ഇടാൻ പോകുന്ന കളർ യെല്ലോ ആണ്, എന്നിട്ട് ആകാൻ പോവാണ് നല്ല ഫെല്ലോ. ഞാൻ മഞ്ഞ കളർ ഡ്രസ് ഇട്ടതും വലിയ ഹീറോ പോലെ ആയിട്ടുണ്ട്. ഇന്ന് മണിയടിച്ച് നമുക്ക് ഇവനെ കൊല്ലാമടേ. കൂടെ കുറച്ച് കളറും പൂശിത്തരാടേ. പൊടിപ്പിള്ളേരെ അങ്ങനെ ചെയ്യരുത്, എനിക്ക് കളേഴ്സ് എന്ന് പറഞ്ഞ അലർജിയാ. ഡോഗി ഡോൺ ഇപ്പൊ കളർഫുൾ ആയിട്ടുണ്ടാവോടെ. ഞാൻ ശരിക്കും ഡോണാടാ, പേര് മാത്രമാണ് ഡോൺ എന്ന് വിചാരിച്ചോ? ഡോഗി ഡോൺ അങ്ങോട്ട് നോക്ക, ഇന്ന് ഹോളിയാണ്. അതാ ഞാൻ പറഞ്ഞില്ലേ, ഇല്ല എന്ന് വെച്ചാ ഇല്ല. ഡോഗി ഡോൺ, നിനക്ക് കളർ പൊടി ഒന്നും പറ്റില്ലടാ. എന്നാടാ കളർ ബോംബ്? നിങ്ങളുടെ യാക്കറൊന്നും ഇവിടെ വർക്കൗട്ട് ആവില്ലടാ. ഞാൻ ഫുട്ബോളിൽ സിക്സർ അടിക്കോടാ. മര്യാദയ്ക്ക് ഇവിടുന്ന് പോയിക്കോളൂ. ഇവിടെ ഓരോ സ്റ്റെപ്പിലും കളർ എന്ന് പറഞ്ഞ അപായമുണ്ട്. അതുകൊണ്ട് ഓരോ സ്റ്റെപ്പും വളരെ സൂക്ഷിച്ചു വേണം വെക്കാൻ. ആദ്യം പേപ്പർ വായിക്കാം. എനിക്ക് പേപ്പർ പോലും കളർ ആകാൻ പാടില്ല, ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കണം. എടാ അനിയ, നിനക്ക് വേണ്ടി ഞാൻ നല്ല ചൂടുള്ള ബ്രേക്ക്ഫാസ്റ്റ് എടുത്തോണ്ട് വന്നിട്ടുണ്ട്. കഴിക്കൂ കഴിക്കൂ, കഴിച്ചുകൊണ്ടേ ഇരിക്കൂ. എടാ, നിന്നെ കളർ കൊണ്ട് അഭിഷേകം ചെയ്യാന്ന് വെച്ചപ്പോഴത്തേക്കും നീ രക്ഷപ്പെട്ടല്ലോ. അനിയ, പ്ലേറ്റ് നോക്കടാ, ഇന്ന് ഹോളിയാണ്. എനിക്ക് ഹോലി ഒട്ടും ഇഷ്ടമല്ലാത്ത കാര്യ. എന്താ ഇവനിത് ഇഷ്ടപ്പെടാത്തത്?
എന്തൊരു വയ്യാവേലിയത്. നമ്മുടെ വീട്ടിൽ തന്നെ പേടിച്ച് നടക്കേണ്ട അവസ്ഥയായല്ലോ. മേജറെ നീയോ? ഡോഗിഡോൺ, എന്റെ വാച്ച് റിപ്പയർ ആയി, ഒന്ന് ശരിയാക്കി തരുമോ? അല്ലെങ്കിൽ തന്നെ എന്റെ സമയം മോശോ. ഇവന്റെ വാച്ചെങ്കിലും ശരിയാക്കി കൊടുക്കാന്നേ. മേജർ, നീ നിന്നെ മറന്നിരിക്കുക. രക്തബന്ധം വെച്ച് നോക്കിയാ ഞാൻ നിന്റെ ചേട്ടനാ. എന്റെ മറ്റൊരു പേര് ഡോൺ എന്നാടാ. ഡോഗി ഡോണിനെ തെരഞ്ഞു കണ്ടുപിടിക്കുന്നത് ബുദ്ധിമുട്ടല്ല, ഒരുപാട് ബുദ്ധിമുട്ടാ. എല്ലാവരും എന്നെ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ ഇവിടെ സമാധാനമായി പേപ്പർ വായിക്കുക. ഡോഗിഡോ, ഞങ്ങള് കോളേജിൽ തന്നെ പാലെടുക്കൂടെ. നിന്റെ കാര്യമൊന്നും ഞങ്ങക്ക് വലിയ കാര്യമല്ലടേ. എന്റെ ജോലി കഴിഞ്ഞോടേ. അത്രയല്ലേ ഉള്ളൂ. എന്റെ ജോലി ഞാൻ സ്റ്റാർട്ട് ചെയ്യാം. പ്രതികാരത്തിന് പ്രതികാരം, കളറിന് കളർ. ഡോഗിഡോൺ, കളറാണോടാ വേണ്ടെന്ന് പറഞ്ഞത്? ഇന്ന് നീ കളറിലാടാ കുളിക്കാൻ തന്നെ പോകുന്നത്. പേപ്പർ വായിച്ച് വായിച്ച് ഒരുപാട് ബോറടിക്കുന്നുണ്ട്. അല്പസമയം നടന്നു വന്നാൽ റിലാക്സ് ആയിരിക്കും. പോയി കളർഫുൾ ആയിട്ട് നടന്നിട്ട് വരാ. ആരാടാ വേണ്ടെന്ന് പറഞ്ഞത്? എന്റെ യെല്ലോ ഡ്രസ് എല്ലാം നശിപ്പിച്ച് എന്നെയും ഡേർട്ടി ഫെല്ലോ ആക്കിയില്ലേ അല്ലേ? നിങ്ങളെ ഞാൻ വിടുന്ന പ്രശ്നമില്ല. എടാ, നിങ്ങൾ ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന സിംഹത്തിനെ എഴുന്നേൽപ്പിച്ച് വിട്ടിരിക്കുക. ഇനി എന്താ സംഭവിക്കുന്നതെന്ന് നോക്കിക്കോ. ഹോലി ആഘോഷിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചതല്ലേ? ഇപ്പൊ നിങ്ങൾ ആഘോഷിക്കാൻ പോകുന്ന ഹോലി ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പോകുന്നില്ല. ഈ ഡോഗി ഡോൺ ഹോളിക്ക് പോകുന്നത് യുദ്ധത്തിന് പോകുന്നത് പോലെ ഉണ്ടല്ലേ? അതാണ് ഡോൺ. ഡോണിനെല്ലാം ഡോൺ. എടാ എലിപ്പിള്ളേരെ, എല്ലാം തലകീഴായി നടക്കാൻ പോവാ. കാരണം വരാൻ പോകുന്നത് ഡോഗി ഡോൺ. ഡോണിന്റെ എല്ലാം ഡോൺ. എല്ലാരും എങ്ങോട്ടാടാ പോയത്? എടാ പൊടിച്ചെടുക്ക, എന്നെ നീ അവിടെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണോ? നിനക്ക് വേണ്ടി ഞാൻ ഇവിടെ കാത്തിരിക്കടാ. എനിക്കും പല കാര്യങ്ങളൊക്കെ അറിയാമടേ. എടാ, ഇത് വീടാണോ അതോ യുദ്ധഭൂമിയോ? ഒളിച്ചുകളി കളിച്ചിട്ട് ബോറടിക്കുന്നടാ. ഡോഗിഡോൺ, ഇപ്പൊ എന്നതിന്റെ കഥ ഞാൻ ഇല്ലാതാക്കാൻ പോവാനടാ. എടാ പൊടിപ്പിള്ളേരെ, നിനക്കൊന്നും അറിയോ? വിജയത്തിന്റെ മറ്റൊരു പേരാണ് ഡോഗി ഡോൺ. ഡോണിന്റെ എല്ലാം ഡോൺ. എന്തുവാടാ ഇത്? ഇപ്പോഴേ ഓടിപ്പിടിച്ച് കളിക്കാൻ തുടങ്ങിയോ? ഹോലി ആശംസകൾ ചേട്ടാ, തെറ്റിദ്ധരിക്കരുത്. ഹോലി ആശംസകൾ. ഇതിൽ തെറ്റിദ്ധരിക്കാൻ എന്തുവാ ഉള്ളത്? ഞാൻ ഇതിനു വേണ്ടിയല്ലേ കാത്തിരിക്കുന്നത്. അടിപൊളിയായിട്ടുണ്ട് ചേട്ടാ. വരൂ ചേട്ടാ, കുറച്ചു സമയം പൊടിപ്പിള്ളേരെ വെറുപ്പിക്കാം. നിന്റെ മണ്ടത്തരം നിർത്തടാ. ഇനി മുതൽ നമ്മളാണ് ജയിക്കാൻ പോകുന്നത്. ഡോഗി ബ്രദർ, സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഇപ്പൊ തയ്യാറായിട്ടില്ലായിരുന്നു. എടാ, അടുത്ത വർഷം ഹോളിക്കെങ്കിലും തയ്യാറാവോ? ഡോഗി ബ്രദർ, ദീപാവലിയും ഹോളിയും ഒരേ ദിവസത്തിൽ എങ്ങനെയാണ് കൊണ്ടാടുന്നത് ഞാനിപ്പോ കാണിച്ചു തരാമേ. എന്താടാ പൊടിച്ചേർക്ക, ടോയ് ബോംബാണോ? ഇതിനോട് പറയുന്നത് ആവശ്യമില്ലാതെ സംസാരിക്കരുതെന്ന്. എടാ എലിപ്പിള്ളേരെ, എന്റെ അനിയന്റെ അടുത്താണോ നിങ്ങളുടെ കളി? എനിക്ക് ദേഷ്യം വന്നാലുണ്ടല്ലോ നിങ്ങളെയൊക്കെ ഇടിച്ച് ചമ്മന്തിയാക്കും ഞാൻ. നല്ലോണം ചിരിച്ചോ, ഇതിനുശേഷം നിങ്ങൾക്ക് ചിരിക്കാൻ പോലും പറ്റില്ല. അനിയ, അത് കണ്ടോ, ആ എലിപ്പിള്ളേരൊക്കെ വളരെ ചൂടിലാ ഉള്ളത്. റാംബോ, ഡോഗി ബ്രദേഴ്സിന് അവരുടെ കുടുംബത്തിലുള്ള എല്ലാവരെ കുറിച്ച് ഇപ്പൊ ഓർമ്മ വരണോടെ. ചിയേഴ്സ്. ഇന്നത്തെ പാർട്ടി മുഴുവനും എന്റെ വകയാണ്. ഡോഗി ബ്രദേഴ്സ്, എല്ലാവർക്കും ഹോളി ആശംസകളാണ്. ഈ ഹോളി നിങ്ങളുടെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ പാടില്ലടേ. അയ്യോ, ഇവന്മാര് ഹോളി പൗഡറിലും മുളക് പൊടിയും ചേർത്ത് കളഞ്ഞല്ലോ. എന്താ ചേട്ടാ ഇത്? ഇവര് മാറുമെന്ന് വെച്ചാ നമുക്ക് എന്നെ പാര വെക്കാണല്ലോ. രക്ഷിക്കണേ, ആരെങ്കിലും എന്നെ ഒന്ന് രക്ഷിക്കണേ. എന്റെ കഥ തീർന്നെന്നാ തോന്നുന്നേ. ചൊറഞ്ഞി ചൊറഞ്ഞി എന്റെ ദിവസം പോകും. ഈ എലിപ്പിള്ളേർക്ക് ഒരു പാഠം പഠിപ്പിച്ചേ പറ്റൂ. ചേട്ടാ, എന്റെ കയ്യിലൊരു പ്ലാൻ ഉണ്ട്. എന്തുവാടാ ഇത്? പഴയ ന്യൂസ് പേപ്പർ കൊണ്ടുവന്നിരിക്കുന്നത്? പ്ലാൻ അല്ലേ ഇതിലുള്ളത്? ഡൺ ഡണക്ക ഡൺ. ഡൺ ഡൺ. ആരാളത് പാതിരാത്രിക്ക്? ഇവിടെ ആരോ നല്ല ചൂടുള്ള ബിസ്ക്കറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട്. നമുക്കിതെടുത്ത് കഴിച്ചാലോ? ഒരു മിനിറ്റ് കിങ് കോങ്, അത് കഴിക്കരുത്. ഈ കൊക്കീസിൽ എന്തോ ഒരു തിരിമുറി ഉണ്ടട്ടാ. ഞാൻ വിചാരിച്ചത് വളരെ ശരിയാണ്. ഇതിൽ ബോംബുണ്ട്. പെട്ടെന്ന് വലിച്ചെറിയടാ അത്. എന്റെ വയറ്റിൽ തന്നെ അടിക്കാൻ നോക്കിയില്ലടാ ഡോഗി ബ്രദേഴ്സ്. നിങ്ങൾ ഞങ്ങൾ വെറുതെ വിടില്ല. എടാ നീല കളർ എലിപ്പിള്ളേരെ, നിങ്ങൾക്കെല്ലാം ഹോളി ആശംസകൾ. ഡോഗി ബ്രദേഴ്സ്, എന്താണെങ്കിലും ഞങ്ങൾ 1-10 കൊടുത്തേ ശീലമുള്ളൂ. എടാ എലിപ്പിള്ളേരെ, നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. തെറ്റായി ഉന്നം വെച്ച് തെറ്റായ ആളെയാണ് വെടിവെച്ചിരിക്കുന്നത്. വാങ്ങിക്കൂട്ടാൻ റെഡി ആയിരുന്നോ? അപ്പൊ അതാരാടാ? എടാ, ഫയർ സർവീസ് വണ്ടികളെല്ലാം ഞാൻ ഉള്ളിടത്തേക്ക് അയക്കൂ. നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഞാൻ ആഗ്രഹിക്കുന്നതെല്ലാം ചെയ്യും.
വേഗം ഇതെല്ലാം ക്ലീൻ ചെയ്യേ. ഇനിയും പല സ്ഥലങ്ങൾ ക്ലീൻ ചെയ്യേണ്ടതായിട്ടുണ്ട്. ദാ അങ്ങോട്ട് നോക്കടാ. അല്ല, ഇത് ക്ലീൻ ചെയ്യുമ്പോഴേക്കും അടുത്ത ഹോളി വരുമെന്നാ തോന്നുന്നേ. അടുത്ത ഹോളിയോ ഡാഡി?